എപ്പോഴെങ്കിലും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു നിമിഷം സമാധാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിസ്സംഗത അഥവാ നോൺ അറ്റാച്ച്മെന്റ് എന്ന ആശയത്തെക്കുറിച്ച് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഇത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിനെക്കുറിച്ചുള്ളതൊന്നും അല്ല, മറിച്ച് ജീവിതത്തിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ സമാധാനം എങ്ങനെ നിലനിർത്താമെന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ സന്തോഷം ചിലപ്പോൾ ഒരു റോളർ കോസ്റ്റർ പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു ദിവസം ഭയങ്കര സന്തോഷം, പിറ്റേ ദിവസം അത്രയുമില്ല. നമുക്ക് ശരിക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ആശ്രയിച്ച് നമ്മുടെ സന്തോഷം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് ശരിക്കും നിങ്ങളുടെ കയ്യിലാണോ, അതോ മറ്റുള്ളവരുടെ കയ്യിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ കയ്യിലോ ആണോ? കാരണം ആസക്തി അഥവാ അറ്റാച്ച്മെന്റ് എന്ന പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഇതുതന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമാധാനത്തെ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ടാണ് കിട്ടിയിടാറുള്ളത്, അല്ലേ? ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വസ്തുവകകൾ, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തു പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർ എങ്ങനെ പെരുമാറുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതൊന്നും സ്ഥിരമല്ല. ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഉത്കണ്ഠയുണ്ടാകും. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് നിസ്സംഗത എന്ന ആശയം വരുന്നത്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു തെറ്റിദ്ധാരണ മാറ്റിവെക്കേണ്ടതുണ്ട്. ശരിക്കും ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നിസ്സംഗത എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് ഒരു തരം തണുപ്പ മനോഭാവമാണ്, അല്ലേ? ഒന്നിനോടും ഒരു താൽപ്പര്യവുമില്ലാതെ, സ്നേഹമില്ലാതെ, ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരാളായി മാറണമെന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ സത്യം അതല്ല. നോക്കൂ, ഉദാസീനതയും നിസ്സംഗതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉദാസീനത എന്ന് പറയുന്നത് ഒരു തരം താൽപ്പര്യമില്ലായ്മയാണ്. ഒന്നിനോടും സ്നേഹമില്ല, എല്ലാം ഒരു അവഗണന. വികാരങ്ങളെ അടക്കിവെക്കുന്ന ഒരു തരം ഷട്ട് ഡൗൺ അവസ്ഥയാണത്. എന്നാൽ നിസ്സംഗത അങ്ങനെയല്ല. അത് സമാധാനമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും മുഴുകുക, പക്ഷേ അതിന്റെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. അത് നമുക്ക് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം തരും, ഒരു ആന്തരിക സ്ഥിരത നൽകും. പുരാതന ഭാരതീയ തത്വചിന്തയിൽ ഇതിനെ വൈരാഗ്യം എന്ന് പറയും. വളരെ മനോഹരമായ ഒരു വാക്കാണത്. സുഖം വരുമ്പോൾ അതിൽ അമിതമായി ഒട്ടിപ്പിടിക്കാതിരിക്കുക, അതിനെയാണ് രാഗമെന്ന് പറയുന്നത്. അതുപോലെ ദുഃഖം വരുമ്പോൾ അതിനെ വെറുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കാതിരിക്കുക, അതാണ് ദ്വേഷം. ഈ രാഗവും ദ്വേഷവുമാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥമാക്കുന്നത്. ഇതിൽ നിന്നുള്ള മോചനമാണ് വൈരാഗ്യം. ഓക്കെ, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മുടെ സാധാരണ ജീവിതത്തിൽ ദിവസേനയുള്ള കാര്യങ്ങളിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പങ്കാളി, അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പെരുമാറുമ്പോഴേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അവരുടെ പ്രവൃത്തിക്ക് അടിമപ്പെടുകയാണ്. അതിനു പകരം അവരെ അവരായിരിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് തിരിച്ചറിയുക. അതാണ് ബന്ധങ്ങളിലെ നിസ്സംഗത. ഇനി കുട്ടികളുടെ കാര്യമെടുത്താലോ? അവരുടെ ഓരോ വിജയത്തിലും നമ്മൾ മതിമറന്ന് സന്തോഷിക്കുകയും ഓരോ ചെറിയ പരാജയത്തിലും തകർന്നു പോവുകയും ചെയ്താൽ എന്താകും അവസ്ഥ? അതിനു പകരം അവർക്ക് വേണ്ട സ്നേഹവും പിന്തുണയും നൽകുക. പക്ഷേ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും വളരാനും അവരെ അനുവദിക്കുക. അവരുടെ ജീവിതത്തിന്റെ ഭാരം നമ്മൾ ചുമക്കാതിരിക്കുക. ഇത് അവർക്കും നമുക്കും ഒരുപോലെ സ്വാതന്ത്ര്യം നൽകും. ജോലിസ്ഥലത്ത് ഇത് വളരെ പ്രധാനമാണ്. ഒരു പ്രൊമോഷനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് എന്ത് പഠിക്കാമെന്ന് നോക്കുക. നിങ്ങളുടെ പ്രയത്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫലം എന്തായാലും അതിനെ സ്വീകരിക്കുക. തെറ്റുകൾ പറ്റിയാൽ അതൊരു പരാജയമായി കാണരുത്, അതൊരു പാഠമാണ്, വളരാനുള്ള അവസരമാണ്. പിന്നെ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തുനിൽക്കാതെ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അതാണ് യഥാർത്ഥ വിജയം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ പുതിയ ഏതെങ്കിലും സെൽഫ് ഹെൽപ്പ് ആശയങ്ങളാണെന്ന്. പക്ഷെ സത്യമതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പഠിപ്പിച്ചു പോരുന്ന, കാലത്തെ അതിജീവിച്ച ഒരു ജ്ഞാനമാണിത്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകങ്ങളിലൊന്നാണിത്. കർമ്മയോഗ എന്ന ആശയത്തിന്റെ കാതലാണിത്. നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ പ്രവൃത്തി മാത്രമാണ്. അതിന്റെ ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ പിന്നെ ഫലത്തെക്കുറിച്ചോർത്ത് എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മുടെ കർമ്മം ഭംഗിയായി ചെയ്യുക. അത് നൽകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, അത് വളരെ വലുതാണ്. യോഗയുടെ ആചാര്യനായ പതഞ്ജലിയും ഇതേ കാര്യം പറയുന്നു. മനസ്സിനെ അടക്കി നിർത്താൻ 2 കാര്യങ്ങൾ വേണം. ഒന്ന് അഭ്യാസം, അതായത് നിരന്തരമായ പരിശീലനം. 2 വൈരാഗ്യം, അതായത് നിസ്സംഗത. ഈ 2 ചിറകുകളുമുണ്ടെങ്കിലേ മനസ്സ് എന്ന പക്ഷിക്ക് ശാന്തമായി പറക്കാൻ കഴിയൂ. അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുരാതന തത്വങ്ങൾ ഇന്നും എത്രമാത്രം പ്രസക്തമാണെന്നതാണ്.
ദീപക് ചോപ്രയെപ്പോലുള്ള ആധുനിക ചിന്തകരുടെ പുസ്തകങ്ങളിലും ഈ ആശയങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. ഇത് കാണിക്കുന്നത് കാലം എത്ര മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ സമാധാനത്തിലേക്കുള്ള വഴി ഒന്നുതന്നെയാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നൽകുന്ന ആത്യന്തികമായൊരു നേട്ടം എന്താണ്? ആ സ്വാതന്ത്ര്യം എങ്ങനെയുള്ളതാണ്? നമുക്ക് നോക്കാം. ഈ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയേണ്ടതുണ്ട്. നിസ്സംഗത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കലല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ പൂർണ്ണമായി ഇടപെടാം, ആഴത്തിൽ സ്നേഹിക്കാം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി തീവ്രമായി പരിശ്രമിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് ജീവിതത്തിൽ പൂർണ്ണമായി പങ്കെടുക്കുക എന്നതാണ്. പക്ഷേ അതിൻ്റെ ഫലങ്ങളുടെ ഒരു തടവുകാരനാകാതെ, ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ നിങ്ങളെ ഒരുപാട് ബാധിക്കാത്ത ഒരു സ്ഥിരതയുള്ള സമാധാനം ഉള്ളിൽ കണ്ടെത്തുക. അതാണ് നിസ്സംഗത നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. ഇന്ന് ഈ നിമിഷം ഒരല്പം കൂടി സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരേയൊരു പ്രതീക്ഷ എന്താണ്? ചെറുതായാലും മതി, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയ പ്രതീക്ഷ ഉപേക്ഷിക്കുന്നത് പോലും ചിലപ്പോൾ എത്ര വലിയ മാറ്റമാണ് നമ്മുടെ ഉള്ളിലുണ്ടാക്കുകയെന്ന്.